നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ ഏറ്റവും ആഡംബരമേറിയ പറക്കും കൊട്ടാരം ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം. അമേരിക്കൻ പ്രസിഡന്റിന് ഖത്തറിന്റെ വൻ സമ്മാനമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഖത്തർ സമ്മാനമായി നൽകിയ ഏകദേശം $400 മില്യൺ, അതായത് 3700 കോടി രൂപ വിലമതിക്കുന്ന പുതിയ താൽക്കാലിക എയർഫോഴ്സ് 1 വിമാനം മേരിലാൻഡിലെ ആൻഡ്രൂസ് ജോയിന്റ് ബേസിൽ ട്രംപ് ഉദ്ഘാടനം ചെയ്തു. പുതിയ വിമാനത്തിന് VC-25B എന്നാണ് പേരിട്ടിരിക്കുന്നത്. ചുവപ്പ്, വെള്ള, നേവി ബ്ലൂ, സ്വർണ്ണ നിറങ്ങളിൽ വ്യത്യസ്തമായ നിറങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത് ലോകത്തിലെ ഏറ്റവും ആഡംബര വിമാനങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. പതിറ്റാണ്ടുകളായി പ്രസിഡന്റിന്റെ വിമാനത്താവളമായി പ്രവർത്തിക്കുന്ന ഈ വിമാനത്താവളത്തിൽ എത്തിയ ട്രംപ് വിമാനത്തിൽ നിന്ന് താഴേക്കിറങ്ങി എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അഭിവാദ്യം ചെയ്യുകയും അവിടെ ഒത്തുകൂടിയ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഇതുപോലൊരു വിമാനം ലോകത്തിന് വേറെ ഉണ്ടാകില്ലെന്നും ഇത് ലോകത്തിലെ ഏറ്റവും ആഡംബരമേറിയ വിമാനമായാണ് കണക്കാക്കപ്പെടുന്നതെന്നും ട്രംപ് തന്റെ പ്രസംഗത്തിൽ അവകാശപ്പെട്ടിരിക്കുന്നത്. നിലവിലുള്ള വിമാനത്തേക്കാൾ വളരെ വലുതായതിനാൽ ഈ പുതിയ ജെറ്റ് വിമാനം സൂക്ഷിക്കുന്നതിനായി പ്രത്യേകമായ ഒരു ഹാങ്ങർ തന്നെ നിർമ്മിക്കേണ്ടി വന്നതായും ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ 250ാം ജന്മദിനമായ വരാനിരിക്കുന്ന ജൂലൈ 4-ന് വാഷിംഗ്ടണിൽ നടക്കുന്ന വൻകിട ഫ്ലൈ ഓവറിന് ഈ പുതിയ വിമാനമായിരിക്കും നേതൃത്വം നൽകുകയെന്നും പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. പ്രസിഡന്റിനെ വഹിച്ചുകൊണ്ടുള്ള യാത്രകൾക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായി വിമാനത്തിന്റെ സുരക്ഷയും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്ന അവസാനഘട്ട പരീക്ഷണ പറക്കലുകൾ ഉടൻ ആരംഭിക്കുമെന്നും US എയർഫോഴ്സ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഉദ്ഘാടന വേളയിൽ ട്രംപ് ഖത്തർ അമീറിനോട് നന്ദി പറഞ്ഞു. അദ്ദേഹം ഒരു അത്ഭുതകരമായ മനുഷ്യനാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹം ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. ലോകത്തിലെ ഏറ്റവും ആഡംബര വിമാനമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇത് നിർമ്മിച്ചപ്പോൾ ഇനി ഒരിക്കലും കാണാൻ കഴിയാത്ത തലത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തത് എന്നാണ് വിമാനത്തെ പ്രശംസിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഈ വിമാനം അമേരിക്കയിൽ പുതിയ വിവാദങ്ങൾക്കും തിരികൊളുത്തിയിട്ടുണ്ട്. അമേരിക്കൻ നിയമപ്രകാരം $50 മില്യൺ കൂടുതൽ മൂല്യമുള്ള സമ്മാനങ്ങൾ ആരിൽ നിന്നും സ്വീകരിക്കാൻ അനുവാദമില്ലെന്നാണ് വിമർശകർ പറയുന്നത്. എന്നാൽ ഈ വിമാനത്തിന്റെ മൂല്യം $400 മില്യൺ ആണ്. എന്നാൽ ഈ വിമർശനങ്ങൾ തള്ളിക്കളഞ്ഞ ട്രംപ് ഇത്രയും വലിയൊരു സമ്മാനം നിരസിക്കുന്നത് മണ്ടത്തരമായിരിക്കുമെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. എല്ലാ ഫെഡറൽ നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചാണ് വിമാനം സ്വീകരിച്ചതെന്നും US പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കി. എന്നിരുന്നാലും പ്രസിഡന്റിന്റെ ഉപയോഗത്തിന് അനുയോജ്യമാക്കുന്നതിന് $1 ബില്യൺ കൂടി ആവശ്യമായി വരുമെന്നും കണക്കാക്കപ്പെടുന്നു. ബോയിങ് കമ്പനി നിർമ്മിക്കുന്ന 2 പ്രസിഡൻഷ്യൽ വിമാനങ്ങൾ 2027-ലും 2028-ലുമായി കൈമാറുന്നതുവരെ ഈ വിമാനം താൽക്കാലിക എയർഫോഴ്സ് 1 ആയി പ്രവർത്തിക്കും. ഈ പുതിയ വിമാനങ്ങളുടെ നിർമ്മാണ ചെലവ് $500 കോടി ഉയർന്നിട്ടുണ്ട്. മറ്റു ലോക നേതാക്കൾ കൂടുതൽ ആധുനിക വിമാനങ്ങൾ US-ന് ആവശ്യമാണെന്നും ട്രംപ് പറഞ്ഞു. മറ്റ് രാജ്യങ്ങൾക്ക് നമ്മളെക്കാൾ വളരെ പുതിയതും മികച്ചതുമായ വിമാനങ്ങളുണ്ട്. ഈ സാഹചര്യം അല്പം പരിഹാസ്യമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ പ്രസിഡന്റ് വിമാനം 1990 മുതൽ സർവീസിലുണ്ട്. മുൻ പ്രസിഡന്റ് ജോർജ് W. ബുഷിന്റെ ഭരണകാലത്താണ് ഇത് ഉൾപ്പെടുത്തിയത്. അടുത്തിടെ ഒരു വിമാനം സാങ്കേതിക തകരാർ മൂലം പറന്നുയർന്നതിനിടെ തിരിച്ചു പോകേണ്ടി വന്നിരുന്നു. ചുവപ്പ്, വെള്ള, നീല എന്നീ നിറങ്ങൾ നൽകി ആവശ്യമായ സർക്കാർ പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കിയ വിമാനം രാജ്യത്തിന്റെ പരമാധികാരിക്ക് സുരക്ഷിതവും അത്യാധുനികവുമായ യാത്രാ സൗകര്യം ഉറപ്പാക്കാൻ സജ്ജമായി കഴിഞ്ഞതായി സൈന്യം വ്യക്തമാക്കി. വിമാനത്തിന്റെ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ അതിന്റെ പ്രവർത്തനക്ഷമതയ്ക്കാണ് എയർഫോഴ്സ് മുൻഗണന നൽകിയിരിക്കുന്നത്. വിമാനത്തിന്റെ ഉൾവശത്തെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലാത്തതിനാൽ ഖത്തർ ഭരണകൂടം ഒരുക്കിയിരുന്ന ആഡംബര ഫിനിഷിങ്ങുകളും ലെതർ സീറ്റുകളും തിളങ്ങുന്ന മരപ്പണികളും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുതിയ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി പൈലറ്റുമാർക്കും ജീവനക്കാർക്കും പരിശീലനം നൽകുന്നതിനായി കഴിഞ്ഞ വർഷം തന്നെ എയർഫോഴ്സ് മറ്റൊരു ബോയിങ് 747-8 വിമാനം വാടകയ്ക്ക് എടുക്കുകയും ലുഫ്താൻസയിൽ നിന്ന് ഒരെണ്ണം വാങ്ങുകയും ചെയ്തിരുന്നു. കൂടാതെ വിമാനത്തിന്റെ ഉൾഭാഗത്തിന്റെ ഒരു ത്രിമാന മാതൃക നിർമ്മിച്ച് ഉദ്യോഗസ്ഥർക്ക് മുൻകൂട്ടി പരിശീലനവും നൽകിയിരുന്നു. കഴിഞ്ഞ 30-ലധികം വർഷങ്ങളായി അമേരിക്കൻ പ്രസിഡന്റുമാരെ വഹിക്കുന്ന സൈനിക നിലവാരത്തിലുള്ള ബോയിങ് 747-2 വിമാനങ്ങൾക്ക് പകരമായാണ് ഈ പുതിയ വിമാനം എത്തുന്നത്. കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ നിന്നുള്ള യാത്ര കഴിഞ്ഞ് ട്രംപ് തിരിച്ചെത്തിയത് ഈ പഴയ വിമാനത്തിലായിരുന്നു. തുടർന്ന് വൈറ്റ് ഹൗസ് ജീവനക്കാർ ഈ പഴക്കമേറിയ വിമാനത്തിനെ സാമൂഹിക മാധ്യമങ്ങളിൽ
ട്വീറ്റിലൂടെ വിടവാങ്ങൽ ആശംസകൾ നേരുകയും ചെയ്തിരുന്നു. അതേസമയം ഒരു വിദേശ സർക്കാരിൽ നിന്ന് ഇത്രയും വലിയൊരു സമ്മാനം സ്വീകരിക്കുന്നത് താല്പര്യങ്ങളുടെ സംഘടനത്തിലേക്കോ സുരക്ഷാ ഭീഷണിയിലേക്കോ നയിക്കുമെന്ന വിമർശനങ്ങളെ ട്രംപ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. നമ്മുടെ രാജ്യം ചെയ്ത നല്ല കാര്യങ്ങൾക്ക് പ്രതിഫലമായി ഒരു രാജ്യം നമുക്ക് സൗജന്യമായി വിമാനം തരുമ്പോൾ എന്തിനാണ് നമ്മുടെ നികുതി പണം ഇതിനായി ചിലവഴിക്കുന്നത് എന്നാണ് ട്രംപ് ചോദിച്ചത്. ഈ സമ്മാനം നിരസിക്കുന്നവൻ ഒരു വിഡ്ഢിയായിരിക്കുമെന്നും അദ്ദേഹം തന്നെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ബോയിങ് കമ്പനിയിൽ നിന്ന് പുതിയ വിമാനങ്ങൾ 2028 എയർഫോഴ്സിന് ലഭിക്കുന്നതുവരെ മാത്രമായിരിക്കും ഖത്തറിന്റെ ഈ വിമാനം താൽക്കാലികമായി ഉപയോഗിക്കുക. ഇപ്പോൾ ഒഴിവാക്കുന്ന പഴയ വിമാനങ്ങൾ പൂർണ്ണമായും സേവനത്തിൽ നിന്ന് മാറ്റില്ലെന്നും അവ ഗവൺമെന്റിലെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക യാത്രകൾക്കായി ഉപയോഗിക്കുമെന്നും എയർഫോഴ്സ് വക്താവ് അറിയിച്ചു. ഒരു പുതിയ ബോയിങ് 7478 വിമാനത്തിന് ഏകദേശം $400 മില്യൺ വില വരുമെന്നാണ് കണക്കാക്കുന്നത്. കൂടാതെ ഈ വിമാനത്തെ പ്രസിഡന്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ മാറ്റിയെടുക്കുന്നതിന് ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവ് വന്നിട്ടുണ്ടെങ്കിലും അത് $400 മില്യൺ താഴെ മാത്രമായിരിക്കുമെന്നും എയർഫോഴ്സ് സെക്രട്ടറി കഴിഞ്ഞ വർഷം ജനപ്രതിനിധി സഭയെ അറിയിച്ചിരുന്നു.